ഹായ് ഹലോ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. നമ്മൾ ഈസ്റ്ററായിട്ട് ഒരു അടിപൊളി കൂർക്കയായിട്ട് ബീഫ് കറി വെക്കാൻ പോകണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാനതേ അതിലേക്ക് വെളിച്ചെണ്ണ, അതുപോലെ കടുക്, പിന്നെ 3-4 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകുന്ന പോത്തിറച്ചി കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് തിള വരണം. അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളിത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 വലിയ സവോളയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കൂർക്കയാണ്. 1/4 കിലോ കൂർക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 കിലോ ബീഫിന്. പിന്നെ 1 തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ടു. പിന്നെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്.